എടാ എന്താ നിന്റെ പ്രശ്നം? എടാ ഒന്ന് പറ, എന്താ നീ തന്നെ പ്രശ്നം. ഞാനെന്ത് ചെയ്തു? മര്യാദയ്ക്ക് വല്ല ഗൾഫിലും പോയി രക്ഷപ്പെടേണ്ട എന്നെ പിടിച്ചിരുത്തി പഠിപ്പിച്ചിട്ട് അവസാനം ഈ അവസ്ഥയിലായി. ഈ അവസ്ഥയോ? നിനക്ക് ജോലി കിട്ടിയില്ലേ, പിന്നെന്താ? ജോലി കിട്ടി, അത് തന്നെയാണ് പ്രശ്നം. നീ ഇപ്പൊ ജോലി കഴിഞ്ഞിട്ടല്ലേ വരുന്നേ? ജോലിക്ക് എന്താ പ്രശ്നം? ദിവസവും കുറെ ഫയലും മുകളിലുള്ളവന്മാരുടെ തെറിവിളിയും ആകെ നശിച്ച അവസ്ഥയാണ്. ഏത് ജോലിയായാലും അതിന്റെ ബുദ്ധിമുട്ടില്ലേ? ഇപ്പൊ എല്ലാ ഗവൺമെന്റ് ജോലിക്കും ഫയലിന്റെ വർക്ക് ഉണ്ടാവും. പിന്നെ മേളിലിരിക്കുന്ന ആൾക്കാർ അവർ ഹോൾഡ് ചെയ്യുന്ന പൊസിഷന്റെ പ്രഷർ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അവർക്ക് സബോർഡിനേറ്റ്സിന്റെ അടുത്ത് എങ്ങനെ പെരുമാറണം അറിയില്ല. എന്നാ പിന്നെ നീ ഞാൻ കാണിച്ചു കൊടുക്ക് എങ്ങനെ പെരുമാറണമെന്ന്. അതിനെനിക്ക് ചാൻസ് വേണ്ടേ? ഞാൻ സുപ്പീരിയർ അല്ലല്ലോ. ചാൻസ് ഒക്കെ ഉണ്ട്. നീ അറിഞ്ഞില്ലേ കേസ് നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യമൊന്നും? കേസ് നോട്ടിഫിക്കേഷൻ എന്താ? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഗവൺമെന്റിലെ ഉയർന്ന പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. നീ എഴുതി ക്ലിയർ ചെയ്യേ, എന്നിട്ട് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് ഓരോ പൊസിഷൻ ഹോൾഡ് ചെയ്യേണ്ടത്. 5-6 വർഷമായിട്ട് പഠിക്കാത്ത ഞാൻ ഫുള്ള് ടച്ച് വിട്ടിരിക്കും. എങ്ങനെ പഠിക്കാനേ ഇനി? എടാ അത് ശരിക്കും നിനക്കൊരു അഡ്വാൻറ്റേജാ. നിനക്ക് അറിഞ്ഞൂടെ കേസിൽ സ്ട്രീം 1, 2, 3 അങ്ങനെയുണ്ട്. അതിൽ സ്ട്രീം 2-ലാണ് നിന്നെ പോലെയുള്ള ഗവൺമെന്റ് ഓഫീസേഴ്സ് പെടുന്നത്. അതായത് അവരും നിന്നെ പോലെ 5-6 വർഷമായിട്ട് ടച്ചൊക്കെ വിട്ട് ഫയലിന്റെ മുമ്പിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നീ അതേപോലുള്ള ആൾക്കാരായിട്ടല്ലേ കോമ്പീറ്റ് ചെയ്യുന്നത്. അത് നിനക്കൊരു അഡ്വാൻറ്റേജ് അല്ലേ? അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടല്ലേ? ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഒരു ട്രൈ ഇട്ടോ അല്ലേ? പിന്നെ ട്രൈ ചെയ്യാതെ ഞാൻ ഈ 9 മുതൽ 5 വരെ ജോലി ചെയ്തിട്ട് എങ്ങനെയാ എപ്പ പഠിക്കാനാ? അങ്ങനെയാണെങ്കിൽ നിനക്ക് 9 to 5 അല്ലേ ജോലി? അതെ. അത് കഴിഞ്ഞാൽ നീ വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യുന്ന? ഞാൻ വീട്ടിൽ പോയിട്ട് ചിലപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങും, ഫാമിലിയുടെ കൂടെ കുറച്ച് നേരം. ഒരു 7:30 വരെ നീ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യേ, കറങ്ങാൻ പോവേ, എന്താന്ന് വെച്ചാൽ ചെയ്തു. പക്ഷെ ഒരു 7:30 മുതൽ 11 വരെ നിനക്ക് പഠിക്കാൻ പറ്റുമോ? എന്നിട്ട് ഒരു 3.5 hours സ്റ്റാൻഡേർഡ് ആയിട്ട് 3.5 മണിക്കൂർ. രാവിലെ എപ്പോ എണീക്കും? പഠിക്കാനാണെങ്കിൽ കുറച്ച് നേരത്തെ എഴുന്നേക്കാം. ഒരു 5 മണിക്കൊക്കെ നിനക്ക് എണീക്കാൻ പറ്റില്ലേ? ശരി, 9 മണിക്ക് ഓഫീസ് പോയാൽ മതി. അപ്പൊ ഒരു 5 മണി തൊട്ട് 8 മണി വരെ നിനക്ക് പഠിക്കാലോ. 3 മണിക്കൂർ. ഇപ്പൊ തന്നെ നിനക്ക് 6.5 മണിക്കൂറായി പഠിക്കാൻ. 6.5 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി നിനക്ക് പഠിച്ച് നല്ല ബേസ് ഉള്ളതാ. പക്ഷെ ഇതിൽ പ്രിലിംസ്, മെയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളില്ലേ. ഇതൊക്കെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്ത് പഠിക്കും ഈ ഒരു സമയത്തിനിടയിൽ? നീ PSC എഴുതിയ സമയത്ത് കുറച്ച് ഓൾഡ് പാറ്റേൺ ഒക്കെ ആയിരുന്നു. ഇപ്പൊ കുറച്ച് പാറ്റേൺ മാറിയെന്നൊക്കെ നീ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതായത് ഫസ്റ്റ് പേപ്പർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ സാധാരണ ബബിൾ ചെയ്യുന്നതും. രണ്ടാമത്തെ പേപ്പർ ഡിസ്ക്രിപ്റ്റീവാ. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രിലിംസിന് വേറെ പഠിക്കാം, മെയിൻസിന് വേറെ പഠിക്കാം. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഒറ്റയായിട്ടാ പഠിക്കുന്നത്. ഇപ്പൊ നിനക്ക് പഠിച്ച് ടച്ച് വിട്ടിട്ട് കുറെ കാലമൊക്കെ കഴിഞ്ഞെങ്കിൽ നിനക്കൊരു സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ കേസ് മെന്ററിൽ വന്നാൽ നമുക്ക് ഈവനിങ് 6 to 9 ബാച്ചസ് ഉണ്ട്. അപ്പൊ നിനക്ക് ജോലി കഴിഞ്ഞ് നേരെ വേണമെങ്കിൽ ഇവിടെ വരാം, എന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ നിനക്ക് പഠിത്തം ശരിക്കും പറഞ്ഞാൽ സപ്ലിമെന്റ് ചെയ്യാം. പിന്നെ വീട്ടിൽ പോയി ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. കൊള്ളാല്ലേ? ഇതിൽ മെന്റർഷിപ്പ് ഉണ്ട്. അതായത് നീ ഇപ്പൊ ടെസ്റ്റ് ഒക്കെ എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ ഇവിടുന്ന് ആൾക്കാർ നിന്നെ വിളിക്കും, എന്താ എഴുതാത്തതെന്ന് ചോദിക്കും. അതുപോലെ നിനക്ക് ഇപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ട്രൈ ഇട്ട് നോക്കല്ലേ? ഞാൻ ഇത്ര കാലം പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യം നിനക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ പിന്നെ ഒന്നുമില്ല, നീ ഇങ്ങ് പോര്. ഞാൻ എന്തായാലും KS എക്സാം എഴുതുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. അപ്പം സെറ്റ്.